എല്ലാവർക്കും ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്, ശരീരഭാരം കുറഞ്ഞിട്ടും വയറ് കുറയുന്നില്ല എന്നുള്ളതാണ്, കുടവയറ് കുറയുന്നില്ല എന്നുള്ളതാണ് പരാതി. അപ്പോൾ കുടവയറ് മാത്രമായിട്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. ശരീരഭാരം കുറയുന്നതനുസരിച്ച് അത് കുറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ. ഒപ്പം ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, അരി ഗോതമ്പിൻ്റെയൊക്കെ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഓയിലി ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, വറുത്തത് പൊരിച്ചത് ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പം ഈ എക്സസൈസ് കൂടി ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് അമിതവണ്ണം കുറയ്ക്കാൻ പറ്റും. അതുമൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ചെയ്യാം. ഒരെണ്ണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. 3 എക്സസൈസ് കാണിച്ചു തരാം. സിമ്പിളാണ്. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ അരക്കെട്ട് ഇങ്ങനെ ചലിക്കണം. അരക്കെട്ട് ചലിക്കുന്നുണ്ടൊപ്പം ഇങ്ങനെ ചെയ്യാം. കണ്ടോ? അപ്പോൾ ആ വയറിൻ്റെ ഭാഗത്തുള്ള പേശികൾ നന്നായിട്ട് ചലിച്ചോളൂ. എന്നോടൊപ്പം ചെയ്യാം. റെഡി അല്ലേ? കമോൺ. ഓക്കെ. അടുത്തത് ഇതുപോലെ തന്നെ അരക്കെട്ട് ഇങ്ങനെ ചലിപ്പിക്കുക. കൈ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്ന പോലെ. കണ്ടോ? സിമ്പിളായിട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളത്. ചെയ്ത് നോക്കുക. ഇതല്ല എന്നോടൊപ്പം ചെയ്യാം. ഓക്കെ. അടുത്തത് ഇങ്ങനെ ചെയ്യുക. എന്താ? കൈ ഇങ്ങനെ ചലിപ്പിക്കുക. അരക്കെട്ട് ചലിക്കണം നന്നായിട്ട്. അതാണ് പ്രധാനം. എന്നോടൊപ്പം ചെയ്തു. ഓക്കെ. ചെയ്ത് നോക്കുക. ഒരു ദിവസത്തിൽ 3 നേരം ചെയ്യാൻ പറ്റുമോ നോക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഓൾ ദി ബെസ്റ്റ്. ചെയ്ത് നോക്കുക.